ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് രാജ്യവ്യാപകമായിട്ടുള്ള തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടങ്ങിയതാണ്. ഈ സമയത്ത് തൃശ്ശൂർ ജില്ലയുടെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനോടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ജില്ലാധ്യക്ഷനായിട്ടുള്ള കെ അനൂഷ്കുമാർ ഈ ഒരു സമയത്ത് നമ്മുടെ ഒപ്പം ചേരുകയാണ്. നമസ്കാരം. എത്രത്തോളം മെമ്പർഷിപ്പാണ് തൃശ്ശൂർ ജില്ലയിൽ ചേർക്കാനായിട്ട് ബി.ജെ.പി ഉദ്ദേശിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ 5 വർഷത്തിലൊരിക്കലാണ്. 2019 അവസാനമായിട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നത്. അന്ന് 2.5 ലക്ഷത്തോളം പേരെയാണ് ഞങ്ങൾക്ക് ജില്ലയിൽ മെമ്പർമാരാക്കി ചേർക്കാൻ വേണ്ടി സാധിച്ചത്. ഇത്തവണ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു 7 ലക്ഷം പേരെ ഇത്തവണ മെമ്പർഷിപ്പ് ചേർപ്പിക്കണം എന്നാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് തന്നെ കേരളം മുഴുവൻ ചർച്ചയാകുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി മോഹൻ സിത്താര, സംഗീത സംവിധായകൻ. അദ്ദേഹം ഇപ്പോൾ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. താങ്കൾ തന്നെ നേരിട്ട് പോയിട്ടാണ് മെമ്പർഷിപ്പ് ചേർത്തത്. ഇതുപോലെ പുതിയ ആളുകൾ, പ്രധാനപ്പെട്ട സമൂഹത്തിലെ പുതിയ വ്യക്തികൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുഖങ്ങൾ വരുന്ന സമയത്ത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു മുന്നോട്ട് പോകുന്ന ഈ ഒരു പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലയുടെ പോക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള ജില്ലയാണ് തൃശ്ശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 75,000 വോട്ടിന് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അതിനുശേഷം അതിനേക്കാൾ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തൃശ്ശൂർ ജില്ലയിൽ ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ബി.ജെ.പി ജയിക്കില്ല എന്ന് കരുതി ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാത്ത നിരവധി ആളുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും നിരവധി ആളുകൾ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. ചേലക്കര മണ്ഡലത്തിലെ മുള്ളൂർക്കരയിൽ ആ പഞ്ചായത്തിൽ മുഴുവൻ CPI പ്രവർത്തകരും ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പി മെമ്പർഷിപ്പ് സ്വീകരിച്ചു. അപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 7 ലക്ഷം എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് എത്താൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മോഹൻ സിത്താരയ്ക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടാണ് ജില്ലയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഞങ്ങൾ നിർവഹിച്ചത്. അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിൽ, വളരെ കാലം ഇടതുപക്ഷത്തിൽ വിശ്വസിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ നിരവധി ആളുകൾ, പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള ആളുകൾ മുതൽ സാധാരണക്കാർ വരെ നിരവധി ആളുകൾ പുതുതായി ഇതുവരെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാത്ത, ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് എടുക്കാത്ത നിരവധി ആളുകൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സമീപിക്കും. അവരെല്ലാം ബി.ജെ.പി മെമ്പർഷിപ്പ് ചേർപ്പിക്കും. മോഹൻ സിത്താര ബി.ജെ.പിയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം പ്രധാനമായിട്ട് എന്താണ് വരാനുണ്ടായ കാരണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടാവില്ലേ? എന്താണ് പറഞ്ഞത്? തീർച്ചയായിട്ടും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിക്കും മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത, ഒരു ലോക നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ വളർച്ച, അതെല്ലാ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം അതിന് പ്രതികരണമായിട്ട് പറഞ്ഞത്. ബൂത്ത് തലങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാർട്ടിയുടെ പ്രവർത്തകർ സജീവമായിട്ട് മെമ്പർഷിപ്പ് ചേർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പാർട്ടിക്ക് എല്ലാ ബൂത്തിലും സംവിധാനമുണ്ട്. എല്ലാ ബി.ജെ.പി പ്രവർത്തകരും, അവസാനത്തെ ബി.ജെ.പി പ്രവർത്തകൻ വരെ വീടാന്തരം കയറി എല്ലാ ആളുകളെയും ഞങ്ങൾ സമീപിക്കും. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും അനുഭാവികളും ഞങ്ങളെ എതിർക്കുന്നവരുമായിട്ടുള്ള മുഴുവൻ ആളുകളെയും വീട് കയറി സമീപിച്ച് മിസ് കോൾ മെമ്പർഷിപ്പ് എടുപ്പിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കും. ചേലക്കരയിൽ CPIയുടെ നിരവധി പ്രവർത്തകർ ബി.ജെ.പിയിലേക്ക് വന്നു എന്ന് പറയുന്നത്, അതിൽ ത്രിപുരയെ പോലും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിനെ പോലെ ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസുകൾ നേരെ ബി.ജെ.പിയുടെ ഓഫീസായി മാറുന്ന ഒരു അവസ്ഥ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് തൃശ്ശൂർ ജില്ലയിലെ ഇടതുപക്ഷം കൂപ്പുകുത്തി പോവുകയാണ്. തീർച്ചയായിട്ടും അത് മുള്ളൂർക്കരയിൽ അവിടെ മുഴുവൻ CPIക്കാരും ബി.ജെ.പിയിൽ ചേർന്നു. ഇനി അവിടെ വേറൊരു ഓഫീസിന്റെ ആവശ്യമില്ല. ആ ഓഫീസ് സ്വാഭാവികമായിട്ട് ബി.ജെ.പി ഓഫീസായി. ഇതേപോലുള്ള സാഹചര്യം മുള്ളൂർക്കരയിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലുണ്ട്. ചേലക്കര മണ്ഡലത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള മാറ്റങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായിട്ടുണ്ടാവും. ഇത്രയും കാലം ഈ ഇടതുവലത് മുന്നണികളുടെ ആ ദുർഭരണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി മാറിയിട്ടുണ്ട്. ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മടി ഉണ്ടാവില്ല. അത്രയും കാലം ചെറിയൊരു മടി ഉണ്ടായിരുന്നു ബി.ജെ.പി ജയിക്കാത്തതുകൊണ്ട്. വലിയൊരു തെരഞ്ഞെടുപ്പ് ബി.ജെ.പി ജയിച്ചതോടുകൂടി ഇനി വരാൻ പോകുന്ന ത്രിതല തെരഞ്ഞെടുപ്പൊക്കെ നിഷ്പ്രയാസം ബി.ജെ.പിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇതൊരു വലിയ ഒഴുക്കായിട്ട്, വലിയൊരു പ്രവാഹമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ മാറും. ചേലക്കരയിലെ ബി.ജെ.പിയുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇതിനൊക്കെ കാണാൻ സാധിക്കും? അല്ലല്ല, ഞങ്ങളത് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ്. ചേലക്കരയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു പ്രവർത്തനമല്ല. മൊത്തത്തിൽ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ സംഘടിതമായിട്ടുള്ള സുശക്തമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തുടർന്ന് പോവുകയാണ്. ചേലക്കര തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഭാഗം മാത്രം, അത്രയേ ഉള്ളൂ. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ എത്രത്തോളം പിന്തുണ ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിനായിട്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് മെമ്പർഷിപ്പ് എടുത്തു വരുന്നതിൽ എത്രത്തോളം പിന്തുണ?
ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ ആളുകൾ, വലിയൊരു വിഭാഗം ആളുകൾ നിലവിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബി ജെ പിയുടെ പ്രധാന ഭാരവാഹികൾ തന്നെ നിരവധി ആളുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ജസ്റ്റിൻ ജേക്കബ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, വിജോയ് തോമസ് ഞങ്ങളുടെ മേഖല ഉപാധ്യക്ഷനാണ്. ഇതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10-15 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4-5 പേര് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അതിന് ഗതിവേഗം വർദ്ധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ഞങ്ങളുടെ കൂടെ നിരവധി ആളുകളുണ്ട്. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനോട് കൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഞങ്ങൾ സമീപിക്കും. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം വലിയ ആഭിമുഖ്യം ഞങ്ങളോട് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരെ ഞങ്ങൾ പ്രത്യേകം സമീപിക്കും. കൂടുതൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ധാരാളം ആളുകൾ വരും. മുസ്ലിം വിഭാഗത്തിൽ പോലും ആളുകൾ തവണ BJP മെമ്പർഷിപ്പ് സ്വീകരിക്കും. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ട് ലഭിച്ചതുപോലെ ചേലക്കരയിലും പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി? അവിടെ 10% ക്രിസ്ത്യൻ വോട്ടുകളാണ് അവിടെ ഉള്ളത്. നിലവിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അവിടെ ഭാരവാഹികളുണ്ട്. ആ സമുദായത്തിൽ ഞങ്ങൾ സാമാന്യം നല്ല സ്വാധീനം നിലവിൽ ചേലക്കര മണ്ഡലത്തിലുണ്ട്. തൃശ്ശൂരിന്റെ സ്വാധീനം ചേലക്കരയിലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ചേലക്കരയിലും അത് കിട്ടും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ നന്ദി ഈ ഒരു സമയത്ത് പ്രതികരിച്ചു. BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയുടെ അധ്യക്ഷൻ തന്നെ നേരിട്ട് ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്. തൃശ്ശൂരിൽ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം ആയിരിക്കുകയാണ്. BJPയുടെ ജില്ലാധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ നഗരവീഥികളിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ടാണ് BJPയുടെ തൃശ്ശൂർ ജില്ലാധ്യക്ഷൻ ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. BJPയുടെ ജില്ലാ കാര്യകർത്താക്കളും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലം കാര്യകർത്താക്കളും ഈ ഒരു സമയത്ത് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ്. ഈ സൈഡിൽ അതെ അതെ ഇതിലടിച്ചു